ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? വല്ലാണ്ട് ഇടകാറുന്നുണ്ടോ? നെഞ്ചുവേദന ഉണ്ട് ഇപ്പോൾ. പിന്നീട് രക്തം ഛർദ്ദിച്ചില്ല, ഛർദ്ദിക്കുന്നുണ്ടോ? നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖ് ചന്ദ്രാപ്പിനിയാണ്. ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായം, അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തും സഹായിക്കണേ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിന്റെ ആഗ്രഹം പോലെ തന്നെ ഖുർആൻ മനപ്പാടാക്കി ഒരുപാട് മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം പടച്ചവന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ. എല്ലാവരും സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സഹായിച്ചത് കൊണ്ടാണ്, നിങ്ങളെല്ലാവരും സഹകരിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥനയുടെ കൂടെ നിന്നുകൊണ്ടാണ് 40 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്. ഇനിയും 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കൊച്ചനുജൻ പറയുന്നത്, എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, എനിക്ക് ഖുർആൻ മനപ്പാടമാക്കണം, ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഓരോ നിമിഷം വൈകുന്തോറും ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നാം എല്ലാവരും കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവർ. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഹൈദരാബാദിലെ യശോദ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ കൂടപ്പുറപ്പെട്ട മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ഈ വീഡിയോ പ്രാർത്ഥനയോടുകൂടി എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഒക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഒരുപാട് കാലം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആ മാതാപിതാക്കളോടൊപ്പം ജീവിക്കാനുള്ള അനുഗ്രഹം പടച്ചവന്റെ സഹായത്താൽ ഉണ്ടാവും. കരയുണ്ട് കേട്ടോ. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ് പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലില് കർണാടകയിലെ സുണ്ടിക്കുപ്പ പ്രദേശ സ്വദേശിയായ ആബിദ് എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചനുജന് ലെൻസിന് തകരാറ് സംഭവിച്ച് എത്രയും പെട്ടെന്ന് ലെൻസ് മാറ്റിവെച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് പറഞ്ഞ കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് വളരെ എമർജൻസിയായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട്, നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട്, പ്രാർത്ഥനയോടുകൂടി നിങ്ങളൊക്കെ ചേർത്ത് പിടിച്ചത് കൊണ്ട് 40 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു. ഇനിയും 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊച്ചനുജന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കൂ.